പ്രേക്ഷകൻ ഹൈദരാബാദിൽ നിന്നും ശ്രീ രഘു മന്നത്ത് കൂടി ചേരുന്നു. ശ്രീ രഘു, ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. തട്ടിപ്പിൻ്റെ പരിധിയില്ലാത്ത വെട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ രഘു? വിനോദ് സാറിനും ജനനിധിക്കും നന്ദി. ഞാൻ വളരെയധികം നാളായിട്ട് വെളിയിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ്. ഇന്ന് മലയാളികൾ പറഞ്ഞ് ഇവിടെ നടക്കാൻ എന്റെ അഭിമാനം അനുവദിക്കുന്നില്ല. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതിയാ. ഇതിന്റെ മെയിൻ കാരണം നമ്മുടെ ദേവസ്വങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് നടക്കുന്നത്. കേരളത്തിൽ ഒരു അമ്പലം അവശേഷിക്കാതെ കൊള്ളയടിച്ചിരിക്കുകയാണ്. മുങ്ങിച്ചാവാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിലും പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ കാര്യം ഇത് തന്നെയാണ്. ജയചന്ദ്രൻ മാതിരിയുള്ള ആളുകൾ വളരെ സമ്മതനായ ആളുകളായിരുന്നു. എന്റെ മനസ്സിൽ അദ്ദേഹത്തോട് നല്ല സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും കളിക്കുന്നത് കാണുമ്പോൾ മഹാസങ്കടം തോന്നുന്നു. സാറ് ദയവ് ചെയ്ത് കള്ളന്മാരെ കള്ളന്മാരെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കൂ. ചെയ്തത് തെറ്റായി പോയെന്ന് സമ്മതിക്കൂ. തെറ്റ് വരാം, മനുഷ്യനാണ്, കക്കാം. ചില അവസരങ്ങളില്ല, പൈസ ആവശ്യമുണ്ടെങ്കിൽ കക്കാം, അല്ലെങ്കിൽ നെല്ലുവിനെയും കക്കാം. പക്ഷേ അതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ അവൻ കള്ളനെക്കാളും വലിയ ഭയങ്കര കള്ളനാവും. ചന്ദ്രൻ സാർ ദയവ് ചെയ്ത് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിരീതമായി അപേക്ഷിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ രഘു. നിരവധി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, പ്രതികരിക്കാം. ആഗോള തട്ടിപ്പ് സംഗമത്തെ പറ്റിയുള്ള അഭിപ്രായം. ആഗോള വെട്ടിപ്പ് സംഗമം അത് ഇവര് ഇത് ചെയ്യാൻ പാടില്ല. കോടിക്കണക്കിന് രൂപ ഈ ഭക്തന്മാരുടെ പണമാണ് ഇവര് ഇത് നശിപ്പിക്കുന്നത്. ഇത് ഒരിക്കലും ശരിയല്ല. ആഗോള സംഗമവും അതേപോലെ നവകേരളയില് ഇതെല്ലാം ഇവര് ഈ സർക്കാർ പിണറായി സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളാണ് കേരളം ഭരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വളരെയധികം നന്ദി ശ്രീ വിജയകുമാർ. ശ്രീ നന്ദു, ഇവിടെ പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് നല്ല കൃത്യമായി അവർ ഗൃഹപാഠം ചെയ്താണ് നടത്തിയത്. കാരണം അത് പറയാൻ കാരണം NSS, SNDP പോലുള്ള ഹൈന്ദവ സമുദായ സംഘടനകളെ ഒക്കെ ഇതിൽ അണിനിരത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു വിജയമായി അവർ കൊട്ടിഘോഷിക്കുന്നത്. പക്ഷേ ആ സമുദായ സംഘടനകളുടെ പ്രതിനിധികളെ, പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള NSSൻ്റെ പ്രസിഡന്റിനെ പോലെയുള്ള ആളുകളെയൊക്കെ ആ വേദിയിലിരുത്തി അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നടത്തിയൊരു സംഗമം എന്ന് വരുത്തി തീർത്ത് അതിൻ്റെ മറവിൽ വമ്പൻ കൊള്ളയാണ് അവർ നടത്തിയത്. അപ്പോൾ നമുക്ക് നന്ദുവിലേക്ക് വരാം. ഒരു പ്രേക്ഷകൻ കൂടി രാധാകൃഷ്ണൻ തൃപ്പൂണിത്തറയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, വളരെ പെട്ടെന്ന് ഈ അയ്യപ്പ സംഗമത്തെ പറ്റിയുള്ള പ്രതികരണം. ഈ ഓഡിറ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ രേഖകൾ സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ അതിൽ വേണ്ടപ്പെട്ട ഉത്തരവാദപ്പെട്ടവർ കൊടുക്കുന്ന രേഖകൾ അനുസരിച്ചിട്ടാണ് അവര് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ഇവരെങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഒന്നും മനസ്സിലാവാത്ത ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ബേസിക്കലി ദൈവത്തിന് വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയും അതിന്റെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആൾക്കാരുമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കൊള്ള എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. കാരണം സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള മണികണ്ഠനും പറഞ്ഞത് അങ്ങനെയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് അല്ല. കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ശ്രീ